മോദിയുടെ നെഞ്ചത്ത് കൊണ്ട വെടിയുണ്ട പോലെയാണ് പാറ്റ സമരത്തെ ഭരണകൂട അനുഭാവികൾ വിലയിരുത്തുന്നത്, അതിൻ്റെ വിജയത്തെയൊക്കെ. അതുകൊണ്ട് തന്നെയാണല്ലോ പൊടുന്നനെ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് AKG സെൻറ്ററിലൊക്കെ എത്തിയത്. അവരുടെ അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ കോടതി തടയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നൽകിയ വാഗ്ദാനങ്ങൾ യഥാർത്ഥത്തിൽ സർക്കാർ ലംഘിക്കുകയാണ്. നൽകിയ വാഗ്ദാനങ്ങൾ എന്നുള്ളത് വാഗ്ദാനങ്ങൾ ലംഘിക്കുകയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു കാര്യം, ഒരു മിനിമം മര്യാദ പോലും കാണിക്കാതെ ഓരോരോ ആളുകളെയായി തേടിപ്പിടിച്ച് വേട്ടയാടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള കാരണം ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു അടിയാണ് അവർക്ക് കൊണ്ടത്. ആ അടി കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്വാമിനാഥൻ ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരു ഹിന്ദു ഐഡിയോളോഗ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആളുകൾ മുതൽ ഇങ്ങേയറ്റത്ത് ഏറ്റവും ഒടുവിൽ ഇവിടെ TG മോഹൻദാസ് വരെയുള്ള ആളുകൾ ഞങ്ങളായിരുന്നെങ്കിൽ വെടിവെച്ച് കൊന്നേനെ, തകർത്തേനെ, ഇത് രാജ്യദ്രോഹികളുടെ എലമെൻറ്റുകളുണ്ട് എന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷവും ഭരണകൂടത്തിലെ മെഷീനറികളും അതുപോലെ മാധ്യമങ്ങളെയും എല്ലാം കയ്യിലടക്കി വെച്ച് ഞങ്ങൾ ഇത് അടുത്ത 30 കൊല്ലം 40 കൊല്ലം ഭരിക്കാൻ പോകുന്നു എന്ന് പറയുന്നൊരു മെസ്സേജാണ് അണികൾക്കൊക്കെ തന്നെ കിട്ടിയിരുന്നത്. അണികളൊക്കെ തന്നെ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇവരൊന്നും ഒന്നുമല്ല. ഇവർ എപ്പോൾ വേണമെങ്കിലും ഒരു സൂചി കൊണ്ട് കുത്തിയാൽ പൊട്ടുന്ന ബലൂണാണ് എന്ന് പറയുന്നൊരു തോന്നൽ ജനത്തിന് മുഴുവൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ സ്വന്തം അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു വേഷം കെട്ടും അഭ്യാസവും കൂടിയാണ്. കൂട്ടത്തിൽ ഇവർ അങ്ങേയറ്റത്തെ പരിഭ്രാന്തിയിലുമായി പോയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. കാരണം ഈ ഐഷി ഘോഷിനെയൊക്കെ സംബന്ധിച്ചോളമുള്ള കേസ് എന്താണെന്ന് നമ്മളൊന്നും അറിയണം. കേസ് അവിടുത്തെ ബംഗ്ലാ ഭവനിലേക്ക് ഒരു പ്രതിഷേധം നടത്തിയതാണ്. ആ ബംഗ്ലാ ഭവനിലേക്ക് പ്രതിഷേധം നടത്തിയെന്ന് പറഞ്ഞാൽ ട്രസ്പാസിനൊക്കെ എടുത്തേക്കുള്ള കേസാണ്. എന്ന് പറഞ്ഞാൽ ആകെ 2 വകുപ്പുകൾ. ആ വകുപ്പുകളിൽ ഒരെണ്ണം 1 മാസത്തേക്കുള്ള തടവും അതുപോലെ 2000 രൂപ പിഴയും, ഒരെണ്ണം മാക്സിമം വന്നാൽ 3 മാസത്തേക്കുള്ള തടവുമാണ്. പിന്നെ അവിടെ ഹാജരാകാതിരുന്നുകൊണ്ട് മാത്രമാണ് ഈ വാറണ്ട് ഇഷ്യൂ ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ വാറണ്ട് റീകോൾ ചെയ്യണം എന്ന് പറഞ്ഞ് കോടതിയുടെ വരാന്തയിലെത്തുമ്പോൾ തന്നെ കോടതി റീകോൾ ചെയ്ത് കൊടുക്കും. കാരണം ഇതൊന്നും അത്ര വലിയ കേസല്ല എന്നുള്ളത് അറിയാം. പക്ഷെ എന്നിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള ചില മാധ്യമങ്ങളൊക്കെ ഇത് മറച്ചു വെച്ചുകൊണ്ട് വലിയ എന്തോ സംഭവമായിട്ട് കണക്കൂട്ടുന്നത്. ഇതിൽ ജോൺ ബ്രിട്ടാസ് ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തിയത്. അല്ലെങ്കിൽ CPM നേതാക്കളൊക്കെ അത് തന്നെയാണ് ചെയ്തത്, അത് തന്നെയാണ് ചെയ്യും വേണ്ടത്. പക്ഷെ അതിനൊക്കെ പട്ടി ഷോ എന്ന് പറഞ്ഞ് വിലയിരുത്തുകയാണ്. അല്ല, അതൊക്കെ കുറേ വിവരമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ ഈ സമരത്തിൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വിനു വി ജോൺ പറഞ്ഞത് 8 കാലി മമ്മൂഞ്ഞാണ്, ഈ സമരത്തിൽ യാതൊരു പ്രാധാന്യവും SFIക്ക് ഇല്ലെന്നാണ്. അതിനുശേഷം ഇപ്പോൾ ഷാജൻ കഴിഞ്ഞ ദിവസം എന്താണ് പട്ടി ഷോ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഷാജനൊക്കെ എന്ത് വേണമെങ്കിലും വിളിക്കുക, അതിലൊന്നും നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വെറും ചീള് കേസാണ്, അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ പറയണത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർഗനൈസറിൽ വന്നിട്ടുള്ള ലേഖനമുണ്ട്. ആ ഓർഗനൈസറിൽ വന്നിട്ടുള്ള ലേഖനത്തിൽ കൃത്യമായി പറഞ്ഞേക്കണത് ഈ ഐഷ ഘോഷ് അടക്കമുള്ള ആളുകളെ തന്നെ വളരെ പ്രാധാന്യത്തോട് ഉയർത്തിക്കാട്ടുകയും ഇവിടെ ഈ സമരം വിജയിച്ചതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം ഇടതുപക്ഷത്തെ ആളുകളുമാണെന്നും അതിൽ ജോൺ ബ്രിട്ടാസിനെ അടക്കം നോട്ടമിടേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം വന്നേക്കുന്നത്. അപ്പോൾ അതിൽ ഈ പാറ്റ സമരം എന്ന് പറഞ്ഞ സമരം എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് വിജയിച്ചു, എങ്ങനെയാണ് BJP പോലെ വലിയ സംഘടനാ ബലമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടി RSSന്റെ സംഘടനാ സിസ്റ്റം ഇതെല്ലാം തകർന്നു പോയെന്നുള്ളത് അവരെ പരിഭ്രമിപ്പിക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ മോദിയുടെ വായിൽ വെടിയുണ്ട കയറ്റണം, അല്ലെങ്കിൽ മോദിയുടെ വായിൽ മൂത്രമൊഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ പലരും മുഴക്കിയിട്ടുണ്ട്. എനിക്ക് പക്ഷെ തോന്നുന്നില്ല അത് SFI അല്ലെങ്കിൽ DFI ഐസ വിദ്യാർത്ഥികൾ അത് മുഴക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ചില ഇസ്ലാമിസ്റ്റ് ഫാക്ടറുകൾ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ നാളെ ഒരു പൊതുജനമല്ലേ. ഇപ്പം നാളെ പണ്ട് ഇവിടെ ഈ എറണാകുളത്ത് വൈറ്റ്ല ജംഗ്ഷനിൽ വെച്ചിട്ട് 10,000 പേര് കൂടിയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ആ കോൺഗ്രസിൻ്റെ സമ്മേളനം ഉണ്ടായപ്പോൾ അവർ കണ്ണി കണ്ടതൊക്കെ അടിച്ചുടക്കുകയും ചായക്കടയിൽ കയറി ചായ കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോവുകയും ലാസ്റ്റ് ഇടവഴിയിലേക്ക് കിട്ടിയപ്പോൾ ആളുകൾ എടുത്തിട്ട് ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ചും ഇതൊരു രാഷ്ട്രീയ പാർട്ടിയൊന്നും ഓർഗനൈസ് ചെയ്തല്ല, വലിയ ബഹുജന പങ്കാളിത്തം ഉണ്ടായ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വന്നതാണ്. അതിൽ പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. അതിലിപ്പോൾ മാനസിക അസ്വസ്ഥമുള്ള ഒരാളുടെ ബൈറ്റാണ് എടുത്ത് മനോരമ കൊടുത്തത്. അപ്പൊ അതുപോലെ നിരവധി ആളുകൾ ഉണ്ടാന്നിട്ട് അത് ആഘോഷിക്കപ്പെടാനൊക്കെ ആളുണ്ടാവും. മാനസിക അസ്വസ്ഥമുള്ള ഒരു പയ്യനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാഗ്യം. അതുപോലെ വേറൊരു പയ്യൻ ഇവിടെ ഇരിക്കുന്ന ഒരു യൂട്യൂബർ വിവരമില്ലാത്തൊരുത്തനാണ്. അതൊന്നും വെച്ചുകൊണ്ട് ഒരു സമരത്തെ നമ്മൾ എന്ത് ചെയ്യരുത്, ടാർണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം ഇത് ഇന്ത്യയിലെ 93 കുട്ടികൾ, പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം ശ്രമിച്ചതിൻ്റെ പേരിൽ മരണപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഗൗരവത്തിൽ കാണണം.
അല്ലാതെ മറ്റേ ഓരോരുത്തരൊക്കെ പറയുന്നത് പോലെ അല്ലെ പേളിമാണിയൊക്കെ പറയുന്ന പോലെ 2 വഞ്ചിയിലും 25 വഞ്ചിയിലും കാലുവെച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പം നാളെ ഗൗതം അറിയേണ്ടത് ഏത് സമരത്തിലാണ് ഇത് പറ്റാത്തത്? ഏത് സമരത്തിലാണ്? ഇപ്പം ആദ്യ വഴി പോണ വേറൊരാള് ചിലപ്പോൾ ഇസ്ലാമിസ്റ്റ് മുദ്രാവാക്യോ വേറെ എന്തെങ്കിലും തോന്നിവാസമോ ഒക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അത് മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾക്ക് സ്പേസ് കൊടുക്കാതിരിക്കുകയാണ് ചെയ്യണത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല മാധ്യമങ്ങളടക്കം ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്പേസ് കൊടുക്കുകയും ഇത് വലിയ തോതിൽ ഉയർത്തിക്കാട്ടുകയൊക്കെ ചെയ്തു. ലാസ്റ്റ് ഇപ്പോൾ സമരം വിജയിച്ചപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ അവർ രാജ്യദ്രോഹികളല്ലെന്ന്. ഷാജൻ തന്നെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എന്താണ്, മറ്റേ രാജ്യദ്രോഹികളാണ് അതാണെന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അല്ലെന്നല്ലേ പറയണം. അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും. പ്രതികാര നടപടി പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്ക് ഉണ്ടാകില്ല, അവർക്കെതിരെ ഒന്നും എടുക്കില്ല എന്നാണ് സർക്കാർ നൽകിയ വാഗ്ദാനം. അത് ലംഘിച്ചിരിക്കുന്നു എന്ന് CJP നേതാക്കൾ പോലും ഇപ്പം പറയുകയാണ്. ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയാണ് മോദി സർക്കാർ ചെയ്യുന്നത്. കാരണം ഒരു കണക്കിന് കൈയും കാലും പിടിച്ച് ഉരുണ്ട് പെരണ്ടൊക്കെയാണ് ആ സമരം ഒന്ന് അവസാനിപ്പിച്ചത്. അതായത് ഞാനും നിങ്ങളുടെ ഒപ്പമാണ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഒപ്പമാണ്, ശരിക്കും നിങ്ങൾ ഉയർത്തിയ കാര്യങ്ങൾ വളരെ കറക്റ്റാണ്, അത് ഞാനും യോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഈ ഇൻസ്റ്റാ വീഡിയോ ഒക്കെ വിട്ടിട്ട് പാതിരാത്രി 12 മണിക്ക് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ വിട്ടിട്ടുള്ള ഒരു കണക്കിന്. ഇത് പ്രതിഷേധത്തിൽ തീർച്ചയായിട്ടും പങ്കെടുക്കാം, പ്രതിഷേധങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകുകയൊക്കെ വേണം. പക്ഷേ ഒരു ഭരണാധികാരിയെ വിമർശിക്കുകയും ചെയ്യാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരിക്കലും അനുവദനീയമല്ലാത്ത അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അധിക്ഷേപങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതൊക്കെ രണ്ട് ഭാഗത്തൊന്നും ഉണ്ടാവൂലേ? ഇപ്പൊ ഏത് ഭാഗത്തൊന്നും ഇല്ലാത്തത്. ഇപ്പൊ 71 വയസ്സുള്ള ഒരു മറ്റേ വിദ്യാസുരൻ്റെ വെടി എന്ന് പറഞ്ഞില്ലേ, ഞാൻ അവരെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെയുള്ള ചിലപ്പോൾ നമ്മൾ തമ്മിൽ നേരത്തെ സംസാരിച്ച പോലും നമ്മൾ അനുകൂലിച്ചില്ലല്ലോ. അത് അനുകൂലിച്ചില്ല. നമ്മളിപ്പോ ഇവിടെ ജാനുമണി എന്താ പറഞ്ഞിട്ടുള്ള പറയുന്നുണ്ട്. TG നടത്തിയത് അദ്ദേഹത്തിന്റെ ഭാവനാപൂർവമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഭാവനാപൂർവമായ അഭിപ്രായമല്ല നടത്തിയത്. അങ്ങനെ ഭാവനാപൂർവമായ അഭിപ്രായമാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇത് ഭാവനയാണെന്ന് പറയാൻ പാടില്ല. പിന്നെ TG നടത്തിയത് ഭാവനാപൂർണ്ണമുള്ളതല്ലല്ലോ. ഇത് മാത്രമല്ല TG എടുത്തേക്കണം. TG എടുത്തേക്കണം വേറൊരു അഭിപ്രായ പ്രകടനമുണ്ട്. ആ TG എടുത്തേക്കണ അഭിപ്രായ പ്രകടനം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മതനിരപേക്ഷ വർഗ ബഹുജന ഡിങ്കിരി വാലന്മാരെ ഒക്കെ മറ്റേ ബലാത്സംഗം ഇഷ്ടമാണെന്നാ പറഞ്ഞേക്കണം. ബലാത്സംഗം ഇഷ്ടമാണെന്നാ പറഞ്ഞേക്കണം. ഏത് കൂട്ടറൈപ്പായിരിക്കും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് അതിനുശേഷം പുള്ളി പറഞ്ഞേക്കണ കാര്യം എന്താ, കൂട്ടറൈപ്പ് ചെയ്യുമ്പോൾ കുറേ ചിലതൊക്കെ ചത്തുപോകും, അപ്പം രക്തസാക്ഷികൾ ചിന്താഭാവെന്ന് പറഞ്ഞ് നടക്കുമെന്ന്. ഏത് 71 വയസ്സുള്ള ഒരാൾ പറഞ്ഞ വർത്താനാണ്. അപ്പം ഗൗതം അറിയേണ്ടത് അതൊക്കെ ഇപ്പോൾ അവിടെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും പലതരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും വൃത്തിയായിട്ട കമൻറ്റ് ഒരാൾ പറഞ്ഞിട്ടില്ല, ഇത്രയും പ്രമുഖരായ ഒരാളും പറഞ്ഞിട്ടില്ല. മറ്റ് പല ആളുകളും ചിലപ്പോൾ ഇതിലെ ഓക്കാനസ് എന്നൊക്കെ പറഞ്ഞ യൂട്യൂബറൊക്കെ ഇരുന്ന് പറഞ്ഞ പോലെയുള്ള പല കമൻറ്റും പറയാം. അതൊക്കെ വിട്ടുകളയാം. കാരണം അതൊന്നും അപ്പുറത്തെ സൈഡിൻ്റെ പോലും വ്യാഖ്യാനമല്ല. ഇപ്പം രാജ്യദ്രോഹികളെന്ന് വിളിച്ചത് പോലും ഒഫീഷ്യൽ ഹാൻഡിലുകളിൽ നിന്ന് മോദിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോ വിളിച്ചു എന്ന് നമുക്ക് അഭിപ്രായമില്ലല്ലോ. അത് താഴേക്കിടയിലുള്ള പ്രചരണം നടത്തുകയാണ്. സോനം വാങ്ചുങ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ്. അല്ല, തീർച്ചയായിട്ടും. അല്ലാതെ പിന്നെ പുള്ളിയുടെ കൈയും കാലും പിടിച്ചിട്ടാണ് രാത്രിയിൽ 2 തവണ എന്നിട്ട് എങ്ങനെയെങ്കിലും നിരാഹാരം അവസാനിപ്പിച്ചോ, പിന്നെ ഇനി ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്നല്ലാതെ വേറെ ഏതെങ്കിലും വായി തോന്നി പറയാൻ പറ്റുമോ? അപ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഇവർക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം പറയാം, വലിയ സേഫ് ആയിട്ടുള്ള സൗകര്യങ്ങളിൽ CJP സമരത്തെ സോനം വാങ്ചുങ്ങിന്റെ ഭാര്യ ഗീതാഞ്ജലി വാങ്മേ അവർ പറയുന്നത് ഇത് സനാതനധർമ്മത്തിന്റെ വിജയമാണ്, CJP വിദ്യാർത്ഥികൾ കാണിച്ചത് അതൊക്കെയാണെന്ന്. അല്ല, അപ്പൊ അതിന്റെ പേരിൽ ഇപ്പം പല വിമർശനങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ കുറേ അധികം വ്യാഖ്യാനങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു വളരെ ഐഡിയോളജിക്കൽ പ്ലാറ്റ്ഫോമിൽ കൃത്യമായിട്ട് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്ത് വന്നുകൊണ്ട് നടത്തിയൊരു സമരമല്ല. ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അതിനുശേഷം നേപ്പാളിലും ഒക്കെ ഉണ്ടായ ചില സമരങ്ങളുടെ സാമ്യം പോലും ഇതിനകത്തുണ്ട്. കാരണം എന്താ, ഇതൊരു ജനക്കൂട്ടം അങ്ങനെ വരെയാണ്. ആ ജനക്കൂട്ടത്തിനിടക്ക് നിങ്ങൾ ഈ 4 മുദ്രാവാക്യമേ വിളിക്കാൻ പാടുള്ളൂ, വേറെ മുദ്രാവാക്യം വിളിക്കാൻ പാടുള്ളതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് ചോദിച്ചാൽ, റൂട്ട് കോസ് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു. ആ റീസണിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത നിരവധി, ആ റീസണിനെ പിടിച്ചുകൊണ്ടാണ് ഈ സമരത്തിൻ്റെ മുഖ്യ സംഘാടകരൊക്കെ തന്നെ നിന്നത്. ഈ സമരത്തിൽ എത്ര സുന്ദരമായിട്ടുള്ള രംഗങ്ങൾ കൂടി നമ്മൾ കണ്ടു. അതായത് അടിക്കാൻ വരുന്ന പോലീസിൻ്റെ നേരെ തിരിഞ്ഞ് നിന്നിട്ട് ജനഗണമന ചൊല്ലുന്നത് നമ്മൾ കണ്ടു, പോലീസ് അപ്പം നിൽക്കുന്നത് കണ്ടു, അതുപോലെ പൂക്കൾ കൊടുക്കുന്നത് കണ്ടു, അവരുമായിട്ട് റീലെടുക്കുന്നത് കണ്ടു. അങ്ങനെ വളരെ സർഗാത്മകമായിട്ടുള്ള ഒരുപാട് പ്രവൃത്തികൾ നമ്മൾ കണ്ടു. അപ്പം അതൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സമര മാർഗങ്ങളാണെന്നേ, അതിലൊന്നും സംശയമില്ല. അത് മനസ്സിലായില്ലേ? ഇപ്പം ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു SFIക്കാരി, ഒരു SFIയുടെ സംസ്ഥാന നേതാവ് തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി വെറുതെ പിടിച്ചൊറ്റ അടി കൊടുക്കുന്നത്, പോലീസുകാരനെ അടിക്കുന്നത് കണ്ടിട്ട് അവർ ചൂടാതെ നമ്മൾ കണ്ടു. അങ്ങനെ പല തരത്തിലും പ്രതിഷേധങ്ങളുണ്ടാവും.
ആ പ്രതിഷേധത്തിൻ്റെ റൂട്ട് കോസ് എന്താണ്, അതിൻ്റെ മെയിൻ ആളുകൾ പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുകയല്ലാതെ ഏതൊരു സമരത്തെയും വില കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാളോ രണ്ടാളോ ഒക്കെ പറഞ്ഞെടുക്കാം. ഞാൻ പറയണത് അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ ഗൗരവമുള്ള ഒരു കാര്യമാണ്. RSSൻ്റെ മുൻ സൈദ്ധാന്തികൻ, അതിൻ്റെ ഈ പറയുന്ന പോലെ ശിഷ്യൻ എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാൾ, അതും 71 വയസ്സുള്ള ഒരാൾ ഇരുന്ന് ഈ വൃത്തിയോട് പറയുന്നത്. അല്ല, എനിക്ക് ഇപ്പൊ RSS അത് തള്ളിയിട്ടുണ്ട് കേട്ടോ. ആണ് പറഞ്ഞത്. അല്ല, RSS അത് തള്ളിയത് കൊണ്ട് ഇപ്പൊ RSSനെ ചീത്ത വിളിക്കുന്നുണ്ട് പലരും. അല്ല, RSSനെ തള്ളിയത് കൊണ്ട് RSSനെ ചീത്ത വിളിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. കാരണം വെച്ചാൽ ഇതാണ് ശരി എന്ന് പറയാം. പക്ഷെ RSSനൊക്കെ ബോധമുണ്ടല്ലോ ഇതാണ് ശരി എന്ന് പറയാൻ അവർക്ക് ആഗ്രഹമില്ലാണ്ടല്ലോ. ഇവിടെ യഥാർത്ഥത്തിൽ ഇവർ മറക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഐഷി ഘോഷിനെയൊക്കെ 2021 ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത ഏതോ ഒരു TMCക്കെതിരെ നടത്തിയ ഒരു കുഞ്ഞ് പ്രതിഷേധം, അങ്ങനെ എന്തോ സംഭവം ഈ കഴിഞ്ഞ കൊല്ലത്താണ്, ഏപ്രിലാണ് വാറണ്ട് വരുന്നത്. പൊടുന്നൻ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് ശേഷം ഈ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു മോഹം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത മോഹമാണ്. 2014 എങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നതെന്ന് ഈ സംഘികൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒരു വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അണ്ണാ ഹസാരെ നടത്തിയ കറപ്ഷൻ അഗെയിൻസ്റ്റ് ഗവൺമെന്റ് മൂവ്മെന്റ്. അത് മറക്കുന്ന അപ്പം നിങ്ങൾ അതിനെയും തള്ളിക്കളയോ? അന്ന് നടന്ന UPA സർക്കാരിനെതിരെ നടന്ന വലിയ പ്രതിഷേധം, അതിനെയും നിങ്ങൾ തള്ളിക്കളയാണോ? അതും രാജ്യദ്രോഹികൾ നടത്തിയ, അണ്ണാ ഹസാരെ രാജ്യദ്രോഹികൾ നടത്തിയ ഒരു സമരമായിരുന്നു. ഇതൊക്കെ നമ്മളിവിടെ ഇരുന്നൊരു സാധാരണക്കാരൻ ചിന്തിക്കുമ്പോൾ പോലും മനസ്സിലാകുന്ന ഒരു ലോജിക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വൈരാഗ്യ നടപടികൾ, പ്രതികാര നടപടികളിലേക്ക് പോയാൽ ഈ സമരം വേണ്ടി ശക്തിപ്പെടും, ഈ ഗവൺമെൻറ് താഴെ ഇറങ്ങേണ്ടി വരും എന്നുള്ള ഈ ലോജിക്ക് പോലും ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയൊക്കെ ചരിത്രത്തിൽ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ശരിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഇത് ഒരാൾ പറയുന്നത്, ഇതില് ജോർജ് സോറോസിന്റെ ഫണ്ടാണ്, നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ജോർജ് സോറോസ് ആണ് ഇതിന് ഫണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഇങ്ങനെ നിങ്ങൾ ഇത്രയും ആധികാരികമായിട്ട് പറയാനായിട്ട് ഒരു തെളിവുമില്ല, വെറുതെ ഇങ്ങനെ പറയാണ് ജോർജ് സോറോസ് ആണ്, മറ്റേതാണ്, മറിച്ചതാണ്. എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടിയുമില്ല. അതിനേക്കാൾ വലിയൊരു കോമഡിയാരാ കൂടെ പറയാം. ഇത് യഥാർത്ഥത്തിൽ അമേരിക്ക ഫണ്ട് ചെയ്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വലിയ ചോദ്യമുണ്ട്, എന്തിനാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയൊക്കെ ഫണ്ട് ചെയ്ത് നമ്മുടെ ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ ശ്രമിക്കുന്നത്? വല്ല ആവശ്യമുള്ള കാര്യമാണ്. അമേരിക്ക പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ഓയിൽ മേടിക്കുന്നത്. അമേരിക്ക പറയുമ്പോഴാണ് നമ്മൾ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം നിർത്തുന്നത്. അമേരിക്ക എന്തെങ്കിലും 10 വട്ടം എഴുതണമെന്ന് പറഞ്ഞാൽ നമ്മൾ 100 വട്ടം എഴുതും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ അമേരിക്ക നോക്കണത് എന്തിനാണ്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലോജിക്ക്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഒരു വലതുപക്ഷ നിരീക്ഷകരോട്. അപ്പോൾ അദ്ദേഹത്തിന് മിണ്ടാട്ടുമില്ല, സംസാരമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഗൗതത്തിൻ്റെ ഒരു രാജ്യത്തേക്ക് ഞാൻ കയറി ഇടപെട്ട് അവിടുത്തെ ഒരു ഭരണ ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാത്ത ആളുകളാവണ്ടേ? ഇത് ഞാൻ പറയുന്നത് ഞാൻ ഇരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ മുട്ടിലെഴുതുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വെറും അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ജോർജ് സോറോസിൻ്റെ ഫണ്ട് പറയാത്ത ഏത് സമരവും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് എതിർക്കാൻ നമ്മളെ ആളുകൾക്ക് അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞാൽ നമ്മുടെ പിന്നെ പുറകിലും ജോർജ് സോറോസിന്റെ ഫണ്ട് ഉണ്ടെന്ന് തോന്നിയാൽ. ഞാനിവിടെ നിന്നുള്ള ഒരു വലിയ പ്രശസ്തനായിട്ടുള്ള വലതുപക്ഷ നിരീക്ഷകനോട് ഞാൻ ഈ സ്റ്റുഡിയോക്കകത്ത് വെച്ച് ചോദിച്ചു, ആരാണ് ഈ ജോർജ് സോറോസ്, എങ്ങനെയാണ് ഒരു ഫണ്ട് തന്നെ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എങ്കിൽ പിന്നെ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ പക്ഷെ പറയുന്നൊരു കാര്യമുണ്ടെന്നേ, നിങ്ങൾക്ക് കഴിവില്ലെന്നാണ്. നിങ്ങൾക്ക് റോയ ഉണ്ടാകുന്നു, നിങ്ങൾക്ക് CBI ഉണ്ടാകുന്നു, നിങ്ങൾക്ക് പോലീസിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. ഇത്രയും വലിയ എല്ലാ സംവിധാനവും ഉണ്ടായിട്ട് നിങ്ങൾക്ക് അതിലൊരു തെളിവ് കണ്ടെത്താനോ പിടിക്കാനോ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പിടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്നത്? നിങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. ഒരുപക്ഷെ തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് വിചാരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രിയും ഇരുന്ന് ഈ വർത്തമാനം പറഞ്ഞാൽ മതിയോ? നിങ്ങൾ പിടിക്കുന്ന ആരാണ് ഈ ഫണ്ട് മേടിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും? അപ്പം ഇതൊക്കെ വെറും അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സോറോസാറ്റ് വിചാരിച്ചിട്ടാണ് ഗൗതം മറ്റേ 22 കുട്ടികളെ ആത്മഹത്യ ചെയ്ത്? സോറോസ് വിചാരിച്ചിട്ടാണ് അതിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്തൊക്കെ നിങ്ങൾ നീറ്റ് പരീക്ഷ ചോർന്ന് നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായി, നിങ്ങൾ അപ്പം തന്നെ നടപടി എടുത്തിരുന്നെങ്കിൽ ഈ തലവേദനയിലേക്ക് ഒന്നും കടക്കൂലായിരുന്നു. നിങ്ങൾ അത് ചെയ്തില്ല. കാരണം എന്താ? നിങ്ങൾക്ക് 1 ലക്ഷം രൂപ 2 ലക്ഷം കോടി രൂപ ഒക്കെ വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയാക്കി നിങ്ങൾ നീറ്റ് പരീക്ഷയെ മാറ്റി. 1,37,000-ഓളം സീറ്റുകളിൽ 18,000 സീറ്റുകൾ വിറ്റാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് 80,000 കോടി രൂപയിലധികം കിട്ടും. അതാണ് ഇതിന്റെ മുഖ്യമായ പ്രശ്നം. ഇതില് എന്തായാലും നമുക്ക് ഐഷി ഘോഷിനൊപ്പം മാത്രമേ നിൽക്കാൻ സാധിക്കുള്ളൂ. വളരെ കൃത്യമായിട്ട് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാനുള്ള നടപടികൾ
ജോൺ ബ്രിട്ടാസും അതോടൊപ്പമുള്ള മറ്റ് നേതാക്കളൊക്കെ കാണിച്ചു എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചിലരിരുന്ന് പറയുന്നത് പോലെ പട്ടി ഷോ ആണ് മറ്റേ ഷോ ആണെന്നല്ല അതിനെ യഥാർത്ഥത്തിൽ വിലയിരുത്തേണ്ടത്. ജീവിതത്തിൽ ഈ പറയുന്ന പോലെ കിട്ടുന്നതൊക്കെ മേടിച്ച് നക്കുകയും എന്തെങ്കിലും സ്വന്തം അവനവൻ്റെ സൗകര്യങ്ങൾ മാത്രം നോക്കുകയും ചെയ്ത ആളുകൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഇതുപോലെയുള്ള പല വിവരക്കേടുകളൊക്കെ പറയാം. അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഐഷി ഘോഷ് ആരാണെന്ന് അറിയണം. അതിൻ്റെ കൈയും കാലും തല്ലിയൊടിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നേരത്തെ തന്നെ. 2021 അത് വെസ്റ്റ് ബംഗാളിൽ മത്സരിച്ചൊരു പെൺകുട്ടിയാണ്. അതിനുശേഷം ഇപ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 10-20 ദിവസത്തോളം നിരാഹാരം കിടന്നൊരു പെൺകുട്ടിയാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ വെറും വിവരക്കേടുകളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. JNU വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷയായിരുന്നു. ഇപ്പം ഡൽഹി സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയാണ്. അങ്ങനെ നിരവധി പോർട്ട്ഫോളിയോസ് അതിൻ്റെ കയ്യിലുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഈ സമരത്തിൽ SFI വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അതിനെ അംഗീകരിക്കാൻ മടിയുള്ളതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ വാസ്തവത്തിൽ CJP-ക്കാർ വളരെ കുറവായിരുന്നു. CJP-ക്കാർ സത്യത്തിൽ ഇതിൻ്റെ നേതൃത്വത്തിൽ CJP-ക്കാർ മുഖമായിട്ട് ഇപ്പോൾ അഭിജിത് ദീപ്കയൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവർക്കൊരു സോഷ്യൽ മീഡിയ മൊമെൻറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അവർക്കാണ്. ആ കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഇതിൻ്റെ ഈ സമരം എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യത്തിലൊന്നും അവർക്ക് യാതൊരുവിധ പരിചയം ഉണ്ടായിരുന്നില്ല. അതിൽ സഹായിച്ചത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷവും SFIയും ഐസ പോലെയുള്ള സംഘടനകളുമാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് ഏറ്റവും അവസാനമാണ് ഇതിന്റെ ഭാഗമായിട്ട് വന്നതെങ്കിലും അവസാനം വന്നല്ലോ എന്നുള്ളൊരു നല്ല കാര്യം തന്നെ. അല്ല, രാഹുൽ ഗാന്ധിക്കൊന്നും വരാതിരിക്കാൻ കഴിയില്ലെന്നേ. ഇന്ത്യയിൽ കത്തുന്നൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അവർ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടും, ഒരു സംശയമില്ല. നിങ്ങളറിയേണ്ടത് അവർക്ക് വലിയ അതൊക്കെ നമ്മൾ ചരിത്രം പഠിക്കേണ്ടതാണ്. ഇപ്പോൾ CPIയുടെ ഒപ്പമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായത്. എങ്ങനെയാണ് CPI ചെറുതും CPM വലുതുമായത്? അതൊക്കെ പഠിക്കേണ്ടതാണ്. നിങ്ങളുടെ ഒരു നിലപാടുകൾ തെറ്റിപ്പോയാൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാവും. അനിശ്ചിതത്വത്തിലാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും കൃത്യസമയത്ത് ഇടപെടാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മോദിയുടെ നെഞ്ചിലേറ്റ വെടിയുണ്ട പോലെയാണ് ഈ സമരത്തിൻ്റെ വിജയത്തെ പല ഭരണകൂട അനുഭാവികളും നോക്കിക്കാണുന്നത്. ആലങ്കാരികമായിട്ട് നമുക്കങ്ങനെ വിലയിരുത്താം. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ മറന്നു പോകുന്നത് ഇവർ അധികാരത്തിൽ വന്നതും ഇതേപോലുള്ളൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണെന്നുള്ളതാണ്. അങ്ങനെയൊന്നും ആരും ഓർക്കില്ല ഗൗതം. ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി വിധി ഉണ്ടാകുമ്പോഴത്തേക്കും വേണമെങ്കിൽ ആ വിധിയെ നിസാരമായി നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് മറികടക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ വലിയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ പലപ്പോഴും റോങ് ആയിട്ടുള്ള അഡ്വൈസേഴ്സ് ചുറ്റും നിൽക്കുന്നവർ തരികയും അതോടൊപ്പം തന്നെ തങ്ങൾ വലിയ പരിഭ്രാന്തിയിലാവുമ്പോഴും നമ്മുടെ മനസ്സിലെ ലോജിക്ക് നഷ്ടപ്പെടും. ആ ലോജിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനങ്ങളിലൊന്നാണിത്. ഇപ്പം ഞാൻ വീണ്ടും പറയുന്നത് തീക്കൊള്ളി കൊണ്ട് തലയുറിയിലാണ്. വീണ്ടും ഒരു പ്രക്ഷോഭത്തെ വിളിച്ചു വരുത്തിയാൽ അതൊരു പക്ഷേ ഈ ഗവൺമെൻറ്റിനെ തന്നെ മറിച്ചിടാൻ ശക്തിയുള്ളതാകും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഇപ്പം സത്യത്തിൽ മറ്റേ പുള്ളിനെ രാജിവെപ്പിച്ച് കറക്റ്റ് ടൈമിനാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടേനെ. അതുകൊണ്ട് കറക്റ്റ് ടൈമിനാണ്, അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നതാണ് നല്ലത്. അല്ലാതെ ഇനി ഈ പ്രതികാര നടപടികളും ഇതുപോലെയുള്ള അഭ്യാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് ഏതൊരു ഭരണകൂടത്തിനും നല്ലത്.